മുൻകാലങ്ങളിൽ മുസ്ലിം ലീഗ് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്ന മംഗൽപാടി പഞ്ചായത്ത് 2-ാം വാർഡിൽ ഇത്തവണ വെറും 93 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഗോൾഡൻ റഹ്മാനെതിരെ കള്ളവോട്ട് ആരോപണവുമായി എതിർ സ്ഥാനാർത്ഥിയായ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി അഷ്റഫ് പച്ചിലമ്പാറ രംഗത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നുള്ള മുസ്ലിം ലീഗ് പ്രതിനിധി 672 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ 2 ബൂത്തുകളിലായി 1364 വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇതിൽ അഷ്റഫ് 606 വോട്ട് നേടിയപ്പോൾ 93 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഗോൾഡൻ റഹ്മാൻ വിജയിച്ചത്. ഈ സാഹചര്യത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടത്തുന്നുവെന്നാണ് അഷ്റഫിന്റെ ആരോപണം. NCP പ്രവർത്തകനായ അഷ്റഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. പാർട്ടിയുമായി ആലോചിച്ച ശേഷം കോടതിയെ സമീപിക്കാനാണ് അഷ്റഫിന്റെ തീരുമാനം. അതിനിടെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ അഷ്റഫിന്റെ വീടിന് നേരെ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടതായും കല്ലേറിൽ അഷ്റഫിനും ഭാര്യയ്ക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളാണ് കോടതിയെ സമീപിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് അഷ്റഫ് പറഞ്ഞു. അക്രമത്തിൽ അഷ്റഫിന്റെ ഭാര്യ ഹവാബിയുടെ കാലിന് പരിക്കേറ്റു. കൂടാതെ ഗർഭിണിയായ മകൾ അമീറയെ അക്രമികൾ വയറ്റിൽ ചവിട്ടിയതായും പരാതിയുണ്ട്. പരിക്കേറ്റവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കള്ളവോട്ട് സാധ്യത മുന്നിൽ കണ്ട് അഷ്റഫ് 2 ബൂത്തുകളിലായി 14,720 രൂപ കെട്ടിവെച്ച് വീഡിയോ ക്യാമറ സ്ഥാപിച്ചിരുന്നു. ഇതിലെ ദൃശ്യങ്ങൾ അപേക്ഷ നൽകി ശേഖരിച്ച ശേഷം തെളിവുകൾ സഹിതം കോടതിയെ സമീപിക്കുമെന്ന് അഷ്റഫ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.